ഡബ്രിഡൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓസ്ട്രിയ ദ വിയന്ന ക്രിസ്മസ് മാർക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഡോർമെട്രിയിൽ നിന്ന് ഇപ്പോൾ രാവിലെ ഇറങ്ങി ഇവിടുന്ന് ബസ് കയറി നമ്മളിവിടെ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. ബസ് 3 മിനിറ്റിൽ വരും. അപ്പോൾ പോട്ടെ. ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ ഒരു 4 to 5 മിനിറ്റ്സ് ഇരുന്നപ്പോഴത്തേന് നമ്മളുടെ ട്രെയിനിൻ്റെ സ്കെഡ്യൂളിങ് എഴുതി കാണിച്ചു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് ചെസ്കിഡ്രാഹിയാണ്. അവിടുന്ന് മോർണിംഗ് നമ്മൾ സ്ട്രെയിറ്റ് ടു ഓസ്ട്രാവ സ്വിനോവിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള കണക്ഷൻസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ റിജിയോ ജെറ്റാണ് നമുക്ക് വരുന്ന ട്രെയിന്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് റേറ്റ് കുറച്ചാണ് നമുക്ക് കിട്ടിയതും. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ബെർണോയ്ക്കാണ് പോകുന്നത്. നമുക്ക് 3 കണക്ഷൻ ഉണ്ട്. അങ്ങനെ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ട്രെയിനിന് എന്തോ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് അവർ തന്നെ നമുക്കൊരു ബസ് അറേഞ്ച് ചെയ്ത് തന്നു. ഒരു തരത്തിലുള്ള ഡിലേയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നില്ല. എല്ലാം ഷടിപിടിയുന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ടു ബെർണോ ആണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ പുറത്തുണ്ടായിരുന്ന അത്രയും ടൈം നമുക്ക് നല്ല ടെമ്പറേച്ചർ ഡൗൺ ആയത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പിൻ്റെ കൂടെ വിൻഡും കൂടെ വന്നാൽ നല്ല സീനാണ് ഗൈസ്. എന്താണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ടു ബെർണോ എത്തുക. അപ്പോൾ ഈ കാണുന്നതാണ് ബെർണോ റെയിൽവേ സ്റ്റേഷൻ. ബെർണോ എന്ന് പറയുന്നത് നമ്മളുടെ മൊറേവിയൻ സൗത്ത് റീജിയൻ്റെ വലിയൊരു സിറ്റിയാണ്. 2nd ലാർജസ്റ്റ് സിറ്റിയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അടുത്ത കണക്ഷൻ വരുന്നത്. ടിൽ ദെൻ നമ്മൾ അവരുടെ തന്നെ റെസ്റ്റ് റൂമിലിരുന്നു. അങ്ങനെ അവിടുന്ന് നമുക്ക് ക്യാപ്പച്ചീനോയും, വിഷമൊന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ക്യാപ്പച്ചീനോയും ഒരു ഹോട്ട് ഡോഗ്സും മേടിച്ച് ഞാൻ കഴിച്ചു. പിന്നെ അവിടെ ഒരു 1/2 hour വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അവിടുന്ന് നമ്മളുടെ ട്രെയിൻ വന്നു. അതായത് ഫ്രം ബെർണോ, അതും റിജിയോ ജെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സ്ഥലം ബെർണോ വിട പറയാൻ നേരമായിരിക്കുകയാണ്. അങ്ങനെ വിയന്നയിലേക്കുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഗൈസ് നമ്മളുടെ വിയന്ന എത്തിയിരിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫുൾ സ്നോഫോൾ ആയിരുന്നു. ഈ സ്നോ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഇവിടെ താമസിക്കുമ്പോൾ അത്ര രസമല്ല ഗൈസ്. മഴ പോലെയൊക്കെയാണ് ഇത് ഏറെക്കുറെ. പിന്നെ നമുക്കിപ്പോൾ ഇത് യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നാലും ഈ ട്രാവലിങ്ങിന് മാത്രമായിട്ട് വരുമ്പോഴത്തേനും വിൻ്ററിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എന്താണേലും നമ്മൾ നല്ല രീതിയിൽ വിശന്നപ്പം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്, അതായത് വിയന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് അതിൻ്റെ ലൈറ്റിങ്സും ഡെക്കറേഷൻസും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ വിഡൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? വിയന്ന എന്നാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ സ്നോ ഒന്ന് താഴാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു, എന്നിട്ടും ഒരു കുറവുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുക തന്നെ, വേറെ വഴിയില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം, പക്ഷേ നമ്മൾ ചാർജ് ചെയ്യാതെ നമ്മൾ നടക്കുക തന്നെയായിരുന്നു നമ്മളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ അവിടുന്ന് നമ്മൾ നടന്ന് തന്നെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി എല്ലാം ഒരു വിത്തിൻ 4 to 5 കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കാൾസ്കിർച്ചി എന്ന് പറഞ്ഞ് സെൻറ്റ് ചാൾസ് ചർച്ചിലേക്കാണ് ആദ്യം പോയത്. അതിൻ്റെ ഫ്രണ്ടിലും മൊത്തം ക്രിസ്മസ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേനും. ഒരുപാട് ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രോഗ്രാംസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ ടൈം വി റീച്ച്ഡ് ദ വെനത്തിങ്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ലിൻഡിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ ലിൻഡിൻ്റെ എല്ലാ തരം ടോഫീസ് ആണെങ്കിലും ചോക്ലേറ്റ്സും കേക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണേലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം വീണ്ടും നമ്മളുടെ നടപ്പ് തുടങ്ങി. അപ്പം ഈ പറഞ്ഞ ഞാൻ നടക്കുന്ന സ്ഥലം മൊത്തവും ഈ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ ഷോപ്പിലും, അതായത് വിയന്നയിലെ എല്ലാ ഷോപ്പിലും ക്രിസ്മസ് ഡെക്കറേഷൻസും ഫുള്ള് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ക്രിസ്മർ ബിൽഡിംഗ്. അതിൽ കെട്ടിയിരിക്കുന്ന ആ വലിയ ഐക്കോണിക് റെഡ് ബോ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് കേട്ടോ.
ഇതൊരു ഇവിടുത്തെ ഒരു ഐക്കോണിക് അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഗെയ്സ് നമ്മളുടെ ഇവിടുത്തെ സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരുപാട് ഷോപ്സും പ്രീമിയം ഷോപ്സും തുടങ്ങിയ എല്ലാ തരം ഷോപ്സും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ക്രിസ്മസ് പ്രമാണിച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴി ഒരു വലിയ പള്ളി കണ്ടു കേട്ടോ. ഈ പള്ളിയുടെ പേര് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ എന്നാണ്. അതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. വിയന്നയിലെ തന്നെ ഒരു വലിയൊരു ചർച്ചാണ് ഈ കാണുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും തന്നെ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട്. അവിടുത്തെ ഒരു ഷോപ്പിൽ കണ്ടതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാണുന്നതൊക്കെ എന്താ തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വിൽക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞാനും വിചാരിച്ചു. പക്ഷേ ഇതൊന്നും തുരുമ്പ് പിടിച്ചതല്ല, ഇതെല്ലാം ചോക്ലേറ്റ് ആണ്. എന്താണെങ്കിലും കൊള്ളാം. പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് ഗ്ലൂ വൈനാണ് ഗൈസ്. ഗ്ലൂ വൈൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫേമസ് ഡ്രിങ്കാണ്. മുൾഡ് വൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക്കലി ഇത് എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളിലും ഈച്ച് ആൻഡ് എവറി കോർണറിലും ഈ ഒരു വാം ഡ്രിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി നമ്മൾക്ക് ഈ ഒരു തണുത്ത ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മൾക്ക് ഈ ഒരു ഹോട്ട് മുൾഡ് വൈൻ കുടിച്ച് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ആൾക്കാർ ഇതും കുടിച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. എന്താണെങ്കിലും ഞാനും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തണുപ്പൊക്കെ ആസ്വദിച്ച് നമ്മളുടെ ആ ഒരു ക്രിസ്മസ് എൻവയോൺമെൻറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മളുടെ നാട്ടിൽ ചായയൊക്കെ ഊതി കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എന്താണേലും സംഭവം കൊള്ളായിരുന്നു. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണിത്. അങ്ങനെ അവിടെ ഞാൻ നമ്മളുടെ അശോക ചക്രം കണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും അതൊരു ഇന്ത്യൻ ബൊട്ടീക്കാണ് ഗെയ്സ്. അപ്പോൾ അത്രയും വലിയൊരു സിറ്റിയിൽ അങ്ങനെ നമ്മളുടെ ഒരു ഇന്ത്യൻ ബൊട്ടീക്കാണെന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ലൈക്ക് ഫെൽ സോ പ്രൗഡ്. അങ്ങനെ എന്താണേലും പിന്നെയും വിശന്നപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു സീ ഫുഡ് സ്പോട്ടിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഞാൻ ആ ബുഫേയിൽ നിന്ന് എടുത്തത് ഫിഷ് നിറ്റ്സലും അവരുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു റൈസും ഒരു മയണൈസുമാണ്. അപ്പം അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണേലും കുറേ നാൾ കൂടി സീ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ആക്ച്വലി. ബിക്കോസ് നമ്മളുടെ ചെക്ക് റിപ്പബ്ലിക്കിൽ നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടാൻ അവൈലബിൾ അല്ല. ബിക്കോസ് അതൊരു ലാൻഡ് ലോക്ക്ഡ് റീജിയൻ ആണല്ലോ. എന്താണേലും അടുത്ത നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനാണ്. ഹായ് ഗായ്സ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ വിയന്നയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ ക്രിസ്മസ് മാർക്കറ്റ്. സോ വിൽ ഗോ ദേർ, സീ യു. ഈ വിയന്ന ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ക്രിസ്മസ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ഓഫ് വിയന്ന ആയ റത്തൗസ്പ്ലാറ്റ് സ്ക്വയറിലാണ്. സോ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നു ചേരും. ഈ ഒരു ഡെക്കറേഷൻസ്, ക്രിസ്മസ് ഡെക്കറേഷൻസും ഈ ഒരു റൈഡ്സും ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്മസ് ഷോപ്പും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പം അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ എത്തിച്ചേരും. നിങ്ങൾ ഈ കാണുന്നതാണ് ദ വിയന്ന സിറ്റി ഹാൾ. ഇതാണ് അവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് അട്രാക്ഷൻ. അതിൻ്റെ ഒരു ആർക്കിടെക്ചറും എല്ലാം വളരെ ഭംഗിയാണ് ഗൈസ്. എന്താണെങ്കിലും അവിടെയുള്ള ഈ കൊച്ചു ഷോപ്സ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഓരോരുത്തർ നിന്ന് ക്രിസ്മസിൻ്റെ അറ്റയറിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് ലൈവായിട്ട് ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ മെയിൻലി ഡോണറ്റ്സ്, ചോക്ലേറ്റ്സ്, പേസ്ട്രീസ്, കേക്ക്സ്, ക്രസൻസ്, പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ പല സ്റ്റോളിലായിട്ട് ഇത് നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്ന് നല്ല രസമായിട്ടോ കാണാൻ. ഒരു പോസിറ്റീവ് വൈബാണ് ആക്ച്വലി മൊത്തത്തിൽ നമുക്കിതിനകത്ത് ഇവിടെ വന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത്, നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. അത് ക്യാൻഡിൽസ് ആണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ, അതായത് നമ്മളുടെ വിയന്ന സിറ്റി ഹാളിൻ്റെ മുന്നിൽ തന്നെ ഒരു ക്ലബ്ബുണ്ട്. അവിടെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഒരു പുൽക്കൂടുമാണ് ഞാൻ ഈ കാണുന്നത്. ഇതെല്ലാം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാനായിട്ടും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വന്ന് നിൽക്കുന്നത്. എന്താണേലും കണ്ടതിൽ വെച്ച് വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ അതെല്ലാം നിങ്ങളെയും കാണിക്കാൻ പറ്റിയതിൽ
പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താണെങ്കിലും അതുപോലെ ഒരുപാട് ഷോപ്സ് ഞാൻ കണ്ടു. എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇരുട്ടിയപ്പോഴത്തേനും ഒരു അറൗണ്ട് 7 o'clock ആയപ്പോഴത്തേനും ആ ലൈറ്റിങ്സും ക്രിസ്മസിൻ്റെ ലൈറ്റിങ്സും ഈ ന്യൂ ഇയറിൻ്റെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ത് ഭംഗിയായിരിക്കും എന്ന്. അപ്പം ഇതിനെ നമ്മൾക്ക് ഇവരെ വീനർ ക്രിസ്കിൻഡൽ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര ഹാപ്പിയായി. എന്താണേലും ഇതെല്ലാം ലൈഫിൽ ഈ ഒരു ഏജിൽ ഇവിടെ വന്ന് കാണാനൊക്കെ സാധിച്ചതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. എനിവേ അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനായിട്ട് നേരായിരിക്കുകയാണ്. സോ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ വിതിൻ ഫ്യൂ മിനിറ്റ്സ് വി ആർ ഹാവിങ് ഡയറക്റ്റ് കണക്ഷൻ. സോ ഗൈസ്, നമ്മളുടെ ഓസ്ട്രിയൻ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ till then stay tuned. Bye.